അവിവാഹം നിലനിൽക്കുവോ, സ്വത്തവകാശമുണ്ടോ, ഒക്കെ ചർച്ചയ്ക്ക് വേണ്ട വിഷയം തന്നെയാണ്. എന്താ സംശയം? പൊതു നിയമം ഉണ്ടാവും. വ്യക്തികളെ സ്കാൻ ചെയ്യേണ്ട അവകാശം നമുക്കില്ല. നിയമപ്രകാരം പറ്റുമോ ഇല്ലയോ? വ്യക്തികളെ സ്കാൻ ചെയ്യാൻ നമുക്ക് അവകാശമില്ല, ശരിയാണ്. നീ മുശ്രിക്കാണ്, അവന് എനിക്ക് കെട്ടാൻ പറ്റില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. നീ മുശ്രിക്കാണ്, അവന് നിന്റെ പെണ്ണിനെ കെട്ടൂല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. പക്ഷെ പൊതു നിയമം, അങ്ങനെ ഒരു നിയമമില്ല എന്ന് പറയാൻ പറ്റുമോ? എന്താ അർത്ഥമുള്ളത് ഷഹാദത്തിന്? ഇവിടെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മോനോട് ഫലാ തകും മഅൽ കാഫിരീൻ, ഈ കാഫിരീങ്ങളെ കൂട്ടത്തിൽ നീ ഒടുങ്ങണ്ട മോനെ എന്ന് പറഞ്ഞ കാഫിരീങ്ങൾ ആരാണ്? ആരെ പറ്റിയാണ് നൂഹ് നബിയെ പറഞ്ഞത്? കാഫിരീങ്ങളോടൊപ്പം നീ നശിക്കണ്ട എന്ന് പറഞ്ഞ കാഫിരീങ്ങൾ ആരാണ്? 5 ജാറത്തിൽ പോകുന്ന ആൾക്കാരല്ലെങ്കിൽ വേറെ ആരെ പറ്റിയാണ് പറഞ്ഞത്? നിങ്ങൾ പറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാലഘട്ടത്തെ ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ചത് ഈ ഭൂമിയെയാണ്. എല്ലാം നശിച്ചു തീർന്നപ്പോൾ അല്ലാഹു തആല വെള്ളത്തെ പിൻവലിച്ചു. അല്ലാഹു തആല ആകാശത്തോട് പറഞ്ഞു, യാ സമാഉ വഖ്ലി വയാ അർദു ബിലഇ മാഅകി വയാ സമാഉ വഖ്ലി യാ അർദു ബിലഇ മാഅകി വയാ സമാഉ വഖ്ലി. ഓ ഭൂമി, നിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് തള്ളിയ വെള്ളത്തെ നീ വിഴുങ്ങിക്കൊള്ളുക. യാ അർദു ബിലഇ മാഅകി, നിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് തള്ളിയ വെള്ളം നീ വിഴുങ്ങിക്കൊള്ളുക. വയാ സമാഉ, ഓ ആകാശമേ, അഖ്ലി, നീ ഇറക്കിയ വെള്ളത്തെ നീ വലിച്ചു കൊള്ളുക. എല്ലാം ഒറ്റ സമയത്ത് നടന്നപ്പോൾ ആ ജൂതി പർവ്വതത്തിൽ നൂഹ് നബിയുടെ കപ്പൽ നങ്കൂരമിട്ടു. അവിടെയായിരുന്നു ആ സമയത്ത് കപ്പൽ ഉണ്ടായിരുന്നത്. ഭൂമിയും തിരിയില്ല, ആളും തിരിയില്ല. മഴയും വെള്ളവും വന്ന് എല്ലാം വന്ന് മലയും ഒക്കെ അടക്കം പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. നൂഹ് നബിക്കും ഒന്നും മനസ്സിലായിട്ടില്ല. വെള്ളം പറ്റിയപ്പോഴാണ് ജൂതി പർവ്വതത്തിന്റെ മുകളിലാണ് കപ്പലുള്ളത് അറിയുന്നത്. അവിടെയാണ് ആ 70 മുസ്ലിമീങ്ങൾ ഇറങ്ങുന്നത്. അവിടെയാണ് ചരിത്രത്തിന്റെ 2-ാം അധ്യായം ആരംഭിക്കുന്നത്. ആയിരുന്നില്ലേ? മനുഷ്യചരിത്രത്തിന്റെ 1-ാം അധ്യായം അവിടെ അവസാനിച്ചില്ലേ? 2-ാമത്തെ അധ്യായം കപ്പലിലിരിക്കുന്ന 70 മുസ്ലിങ്ങളിൽ നിന്നുള്ള അല്ലാഹു തആല തുടങ്ങുന്ന 2-ാം അധ്യായം. ആ 2-ാം അധ്യായത്തിലല്ലേ ആദം ഹൂദ് നബിയും സാലിഹ് നബിയും വരുന്നത്. 3-ാം അധ്യായത്തിലെ ഇബ്രാഹിം നബിയും കൂട്ടനും വരുന്നത്. 4-ാം അധ്യായത്തിൽ അഷ്റഫുൽ ഖൽഖായ മുത്തും സഹാബാക്കളും ഈ ഉമ്മത്തും വരുന്നത്. നല്ല ചരിത്രം. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ഏതെങ്കിലും രാജ്യക്കാർ, ഒരു ഗ്രാമവാസികൾ ഒരാമനു പ്യൂർ ഈമാൻ നിലനിർത്തുകയും വത്തഖൗ മുഹമ്മദ് റസൂൽ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും